ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും വിനീത നമസ്കാരം. ഈ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ ഉള്ളവനും കാണുകയുണ്ടായി. ഭഗവാൻ ശ്രീകൃഷ്ണനെയും മഹാഭാരതത്തെയും രാമായണം തുടങ്ങിയ സനാതന ധർമ്മ സംസ്കാരത്തിലെ ഇതിഹാസങ്ങളെയൊക്കെ തന്നെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു യുക്തിവാദി എന്ന് പറയപ്പെടുന്ന ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിലൂടെ കാണുന്നത്. കോളാമ്പി എന്ന ഒരു ഗ്രൂപ്പിലാണ് അത് കാണുവാൻ സാധിച്ചത്. എനിക്ക് ഇത്തരത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഭഗവത്ഗീതയെയും ഒക്കെ വളരെ മോശമായി ആക്ഷേപിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് സാറ്. അതിനൊരു മറുപടി പറയണമെന്ന് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിന്നീട് സ്വാമിജിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സനാതനധർമ്മത്തെ സപ്പോർട്ട് ചെയ്യുന്ന VK ബിജു എന്ന് പറയുന്നൊരു ചേട്ടൻ, പിന്നെ ഒരുപാട് ഈ ഒരു ധർമ്മത്തെ സംരക്ഷിക്കുന്ന അനവധി ആളുകൾ ഈ വീഡിയോയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇന്ന് പലരുടെയും ഒരു വരുമാന മാർഗം കൂടിയാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി വളരെ എളുപ്പത്തിൽ പണമുണ്ടാക്കുന്നതിനും കൂടി ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടി വരുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധ കിട്ടി, കുറച്ച് കൂടുതൽ റീച്ച് കിട്ടി, കുറച്ച് കൂടുതൽ ആളുകൾ കണ്ട് പണം സമ്പാദിക്കുക എന്നുള്ള ദുഷ്ടലാക്കും ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആർഷസംസ്കാര സനാതനധർമ്മത്തെ വികൃതമാക്കി വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് എത്രയോ കാലം മുതൽക്ക് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത്തരത്തിലുള്ള കുബുദ്ധികളുടെ പ്രവർത്തനത്തെ ഒക്കെ തന്നെയും നേരിട്ട് കൊണ്ട് തന്നെയാണ് ഇന്നും ഈ ധർമ്മം ഇവിടെ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടോ യുക്തിവാദികൾ എന്ന് സ്വയം അഭിമാനിക്കുന്നവർക്ക് പോലും എന്താണ് വാസ്തവത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യസ്ഥിതി എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തെയും പഠിച്ച് സ്വയം അനുഭവപ്പെടുത്താത്തിടത്തോളം കാലം അതൊക്കെ തന്നെയും നമുക്ക് ഒരു കാലത്തും
അനുഭവത്തിൽ വരികയേയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എത്ര യുക്തിവാദികൾ നമ്മളുടെ ഇതിഹാസങ്ങളെ ആണെങ്കിലും പുരാണങ്ങളെയൊക്കെ ആണെങ്കിലും ഏതെല്ലാം തരത്തിൽ ഇകഴ്ത്തിയാലും അതിനെയൊക്കെ അതിക്രമിച്ചുകൊണ്ട് ആ പരമമായ സത്യം എന്നും പ്രകാശിച്ചു നിൽക്കും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം പുറകിലൊരു ദുഷ്ടലാക്കുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ലോകത്തിൽ വെല്ലുവിളി നേടുന്ന ഈ സനാതനധർമ്മം, അതിനെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിന് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്നത് നമ്മളുടെ ശാസ്ത്രങ്ങളെ, ഇതിഹാസ പുരാണങ്ങളെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളെ വളരെ വ്യക്തമായും സ്പഷ്ടമായും നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിവുള്ള അനവധി ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ ചിദാനന്ദപുരി സ്വാമിജിയെ പോലുള്ള യശശരീരനായ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ സാറ് എന്ന് വേണ്ട എത്രയോ മഹാത്മാക്കൾ, ധന്യാത്മാക്കൾ ഈ ധർമ്മത്തെ നമുക്ക് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. ആ ഒരു യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ കുതർക്കങ്ങളെയും നമുക്ക് വളരെ ശക്തിയോടുകൂടി, സമചിത്തതയോടുകൂടി, ധൈര്യമായി നമുക്ക് നേരിടുവാൻ സാധിക്കും. അതിന് നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ആഴത്തിൽ പഠിക്കണമെന്നുള്ളതാണ് ഈ ഉള്ളവന് ഇത്തരുണത്തിൽ പറയുവാനുള്ളത്. മഹാഭാരതം ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ഈ മഹാഭാരതത്തിൽ ഉള്ളതാണ്. ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ക്രാന്തദർശിയായ അവതാരസ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ വേദവ്യാസർ മഹാഭാരതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. യതിഹാസ്തീഹ തദന്യത്ര എന്നേഹാസ്തി ന തത്വചിൽ. അങ്ങനെയുള്ള മഹാഭാരതം എന്തിന് രചിച്ചു? ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെ നമ്മളെ പരമപുരുഷാർത്ഥമായിരിക്കുന്ന ആ മോക്ഷസ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ തന്നെയും രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേൽ. ഇതിഹാസങ്ങളും പുരാണങ്ങളും രചിച്ചിരിക്കുന്നത് ആ പരമമായ ജ്ഞാനം നമ്മളിൽ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പരമമായ ജ്ഞാനമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചമായി പ്രകാശിക്കുന്നത് ആ പരമസത്യമാണ്, ആ ബോധമാണ്, ആ ബ്രഹ്മമാണ്. ഏതൊരു നിരീശ്വരവാദിക്കും ഈശ്വരനില്ല എന്ന് പറയാൻ സാധിക്കും. നേരെ മറിച്ച് അവനവൻ്റെ അസ്തിത്വത്തെ ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. ഇത്തരത്തിലുള്ള അനവധി സംഭാഷണങ്ങൾ നമുക്ക് ഭഗവാൻ രമണ മഹർഷിയുടെ ജീവചരിത്ര ഉപദേശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന നാസ്തികനെ, നീ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ആസ്തികൻ, നീ നാസ്തികനല്ല,
നീ ഉണ്ടല്ലോ, ആ ഉണ്ട് എന്നുള്ള അനുഭവം എവിടെ നിന്ന് വരുന്നു അത് അന്വേഷിക്കൂ എന്നാണ് ഭഗവാനും ഈശ്വരനില്ല എന്ന് പറഞ്ഞ വ്യക്തിയോട് മറുപടിയായി പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ നേരത്തെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. സത്യബോധമില്ലാത്ത ആളുകളുടെ എണ്ണം വളരെയധികം പെരുകും. മതങ്ങളുടെ പേരിൽ കലഹങ്ങൾ നടക്കും. നമുക്ക് ഓരോ വീഡിയോയുടെയും അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ തല പെരിക്കും. കാര്യം മനുഷ്യൻ്റെ മനസ്സ് എത്ര കണ്ട് വികലമായി വികൃതമായിരിക്കുന്നു എന്നുള്ളത് കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ അറിയാം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും മഹാത്മാക്കളെ മനസ്സിലാക്കുന്നതിനുമെന്നുള്ള അറിവ് നഷ്ടപ്പെട്ട് കേവലം മതഭ്രാന്തന്മാരായി പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയുവാനുള്ളത്, നിയമപരമായി ഇത്തരത്തിലുള്ള സനാതനധർമ്മത്തെ ധ്വംസിക്കുന്നവരെ നേരിടുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ശാസ്ത്രങ്ങളെ നമുക്ക് ആഴത്തിൽ പഠിക്കുന്നതിനുള്ള ഒരു വേദി കൂടി ആക്കി മാറ്റാൻ നമ്മൾ തയ്യാറാകണം. എന്താണ് ഭഗവത്ഗീത? ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ എന്താണ് യഥാർത്ഥത്തിലുള്ള സത്യസ്ഥിതി? ആരാണ് കൃഷ്ണൻ? ഇതൊക്കെ തന്നെയും വളരെ വ്യക്തമായും സ്പഷ്ടമായിട്ടും നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായ. ജനിക്കുക, മരിക്കുക തുടങ്ങിയ അവസ്ഥാവിശേഷങ്ങൾ, ജായതേ അസ്ഥി വർദ്ധതേ അവക്ഷീയതേ വിവരണമതേ നശ്യതി തുടങ്ങിയ അവസ്ഥാവിശേഷങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന സാക്ഷിമാത്ര സ്വരൂപനായിരിക്കുന്ന ആ കേവല ബോധമാണ്. അതിനെ കൃഷ്ണനെന്നോ ഗണപതിയെന്നോ യേശുക്രിസ്തുവെന്നോ അള്ളാഹുവെന്നോ ഏത് പേരിൽ വിളിച്ചാലും വിരോധമില്ല. ഇതാണ് പരമമായ സത്യസ്ഥിതി, ഇതാണ് പരമമായ ജ്ഞാനം എന്ന് പറയുന്നത്. വസ്തു ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം, നേഹ നാനാസ്തി കിഞ്ചന. അനേന വേദ്യം സത് ശാസ്ത്രം ഇതി വേദാന്ത ഡിണ്ഡിമ. ഇതാണ് വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം. അതുകൊണ്ട് ഉപനിഷത്തുകളിലൊക്കെ തന്നെയും നാമരൂപരഹിതനായിരിക്കുന്ന അനാദിയായിരിക്കുന്ന ആ പരമസത്യത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ദശോപനിഷത്തുക്കൾ ഏതെടുത്ത് പഠിച്ചാലും ഒന്നാമത്തെ ഉപനിഷത്തായ ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങി എല്ലാ ഉപനിഷത്തുകളിലും നമുക്ക് ഈ ഒരു സത്യത്തെ ആവർത്തിച്ച് പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് വസ്തു ഒന്നേ ഉള്ളൂ, ആ പരമസത്യം തന്നെയാണ് പ്രപഞ്ചരൂപത്തിൽ പുറത്ത് പ്രകാശിക്കുന്നത്. ആദ്യവും മധ്യവും അന്തവും എല്ലാം അതിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ബ്രഹ്മം പറഞ്ഞാൽ ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ്. അപ്പം അത്ര കണ്ട് പ്രാധാന്യമാണ് ഈ പ്രപഞ്ചത്തെ നമ്മുടെ ഋഷീശ്വരന്മാർ നൽകിയിരിക്കുന്നത്. പിന്നെ എന്തിന് ഇങ്ങനെ പലതും പറഞ്ഞു വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് ഇതെല്ലാം അവസാനം നിഷേധിച്ച് തള്ളാനും കൊള്ളാനും സാധ്യമല്ലാതിരിക്കുന്ന ആ പരമസത്യത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ള വളരെ വലിയൊരു ലക്ഷ്യമാണ് വേദാന്തം നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര വലിയ നിരീശ്വരവാദികൾ
വന്നാലും ഏതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം വിഷം ചീറ്റിയാലും ഈ ഭഗവത്ഗീതയെയോ രാമായണത്തെയോ മഹാഭാരതത്തെയോ ഒന്നും തന്നെ ഒന്ന് സ്പർശിക്കുവാൻ പോലും സാധ്യമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തായാലും നിയമപരമായി ഇതിൻ്റെ നടപടി ആ ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി നേരിടേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായും എല്ലാ ഹിന്ദുക്കളും അവരവരുടെ ശക്തിക്കനുസരിച്ച് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിന്ദ്യമായ അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നുകൂടി സവിനയം അറിയിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ ശാസ്ത്രങ്ങളെ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അവസരങ്ങളെ നമ്മൾ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ അനാദിയായ ഋഷി പരമ്പരകൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. തൽക്കാലം വിടവാങ്ങുന്നു. ശ്രീ ശുഭൻ CB. ഓം നമോ ഭഗവതേ വാസുദേവായ.